സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ അത്തമ്പത്തിന് പൊന്നോണ സീസൺ 7 8ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. ഞാൻ ആക്ച്വലി ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തതായിരുന്നു, പക്ഷെ കുറേ പേര് പറഞ്ഞു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഓണം സെലിബ്രേഷനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട്. ഞാൻ വിചാരിച്ചു മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ബോർ അടിക്കുന്നതാണ്, പക്ഷെ കുറേ പേര് പറഞ്ഞു കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ചെയ്യാമെന്ന്. ഒരു സെറ്റ് സാരിക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൺടാക്ട് ലെൻസ് വെക്കാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇത് അക്വാ ലെൻസിൻ്റെ ആണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ശരിക്കും ഇതിൻ്റെ വില എന്ന് പറയണത് ഒരു 200 രൂപയ്ക്കാണ് ഒരു പാക്കിന്. പക്ഷേ ലെൻസ് കാർട്ടിൽ ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഫോക്കസ് മോളില്ലേ, അവിടുത്തെ ലെൻസ് കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ 140 രൂപയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. 140 150 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മേടിച്ചു. നമുക്കിങ്ങനെ ഓരോ ഷൂട്ടിന് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഡെയിലി വെയർ ലെൻസ് ആണ്. ഒറ്റൊരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്താൽ കളയാന്നുള്ളതാണ് കേട്ടോ. പല ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കി വെക്കാം. അപ്പം എനിക്ക് ഈ മോക്ക ബ്രൗൺ ഉണ്ടല്ലോ, ഇതും ഡസ്കി ബ്രൗൺ, പിന്നെ വാൾനട്ട് ബ്രൗൺ, ഇതൊക്കെ നല്ല ഇഷ്ടം. ഈ ബ്രൗണിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഇഷ്ടം. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് മോക്ക ബ്രൗൺ വെക്കാം. ഇത് നല്ലൊരു നാച്ചുറൽ ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെടുക്കാം. ഇതിന് ലെൻസ് സൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ണ് തുറന്ന് പിടിക്കുക. ചെറുതായിട്ട് കണ്ണിന്ന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേക്കപ്പിനെക്കാട്ടിലും മുന്നേ തന്നെ ഇത് വെക്കണതാണ് നല്ലത്. കണ്ടോ, അങ്ങനെ നമ്മൾ ലെൻസ് ഇട്ടുണ്ടെന്ന് അങ്ങനെ അറിയൂല, പക്ഷെ എന്നാൽ ഒരു ഡിഫറെൻറ്റ് ലുക്കും ഉണ്ടാവും. കണ്ണിന്ന് വെള്ളമൊക്കെ വന്നു. ഇനി നമുക്ക് അടുത്തത് ഈ വാം ന്യൂഡ് ഷെയ്ഡിലുള്ള ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ഇടാം കേട്ടോ. അപ്പം ആദ്യമേ തന്നെ ലിപ് ബാം ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോഴേക്കും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സ്കിൻ കെയർ തുടങ്ങാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ, പിന്നീട് സൺസ്ക്രീൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സെറാവയുടെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്ത നമുക്ക് സൺസ്ക്രീൻ, അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷുള്ള സൺസ്ക്രീൻ ഉണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് കുറച്ചൊരു ഡ്യൂയി ലുക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൺസ്ക്രീൻ എടുക്കാവുന്നതാണ്. കുറച്ചൊരു ഗ്ലോ ഉണ്ടാവും. അതല്ല നമുക്കൊരു മാറ്റ് ഫിനിഷാണ് വേണ്ടത്, ഇപ്പോൾ നമുക്ക് വളരെ ഓയിലി സ്കിന്നാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റീക്വലിൻ്റെ മാറ്റ് സൺസ്ക്രീൻ ഇല്ലേ, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം അധികം തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണതിൻ്റെ ഒരു സമയം ഉണ്ടല്ലോ, അതെന്തായാലും വേണം കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് ടൈം കൊടുക്കുകയാണെങ്കിൽ ഇതിന് മീത് അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് നല്ല സെറ്റായിട്ടുണ്ടാവും. അധികം നമുക്ക് ബേസ് പ്രോഡക്ട്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഗ്ലോയി ലുക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല അല്ലേ, എന്നാൽ ചെറിയൊരു ഡ്യൂയി ലുക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു തിളക്കം പോലെ ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ അങ്ങനെയില്ലേ, അപ്പം അതിന് നല്ലതാണ്. ഇനി നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ എല്ലാവർക്കും ആവശ്യമില്ല, പക്ഷെ എനിക്കിവിടെ ചെറിയ ചെറിയ കുട്ടി പോഴ്സ് ഉണ്ട്. അപ്പം അതിനെ ഒന്ന് നികത്താനായിട്ട് പ്രൈമർ നല്ലതാണ്. അത് മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബേസ് മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും അതിന് മീതയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടി സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാനും, അത് മാത്രമല്ല കുറെ കൂടി ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഭാഗങ്ങളിൽ, എസ്പെഷ്യലി കുഴിയുള്ള ഭാഗങ്ങളൊക്കെ നികത്തി നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്യാൻവാസ് വരും മേക്കപ്പ് ഒക്കെ ഇടാനായിട്ട്. മേക്കപ്പ് കുറേ പേർക്ക് ഭയങ്കര ടെൻഷനാവും. അയ്യോ ഞാനിട്ടാൽ ഭംഗി ഉണ്ടാവുമോ, ഞാനിട്ട് കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളതൊക്കെ ഉണ്ട്. കുറച്ചൊരു പ്രാക്ടീസിൻ്റെ ഇതുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നുമല്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തന്നെ പറ്റിയൊരു മേക്കപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൈമർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്മൈൽ ലൈനിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ഒരു പാട് പോലെ വരും. ആ ഭാഗത്തൊട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മീതെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഫൗണ്ടേഷൻ വളരെ റെയറായിട്ട് ഇടാറുള്ളൂ. ഷൂട്ട്സിനാണെങ്കിൽ പോലും ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഇടാറില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കൺസീലർ മാത്രം ഇടാനാണ്. അതും കറക്റ്ററും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ കറക്റ്റർ യൂസ് ചെയ്യണമെങ്കിലാവാം. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു ഓറഞ്ച് അണ്ടർടോണുള്ള കൺസീലർ എടുക്കും. ഇപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഫിറ്റ്മിയുടെ കൺസീലർ ആണെങ്കിലും അതെല്ലാം മെബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ ആണെങ്കിലും
അതിൽ ഞാൻ എടുക്കുന്ന ഷെയ്ഡിൽ ഒരു ഓറഞ്ച് ടിൻറ്റ് പോലെ ഉണ്ടാവും. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റർ യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡാർക്ക് ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിനെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നിപ്പോൾ നമുക്ക് സ്വിസ് ബ്യൂട്ടി തന്നെ എടുക്കാം കേട്ടോ. സ്ഥിരം എടുക്കണത് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് വാം സാൻഡ് ആണ്. ഇതിപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ ചെറിയൊരു ഡോട്ട്, അതേപോലെ ഈ ഔട്ടർ കോർണേഴ്സിൽ ചെറിയൊരു ഡോട്ട്, പിന്നെ ഈ താടിയുടെ അവിടെ ഇത്ര മാത്രമേ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുള്ളൂ. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ്, അല്ല മാൾസിൻ്റെ ബ്രഷാണ് കേട്ടോ. ഇതിൽ ഒരു സൂത്രമുണ്ട്, ഇത് കണ്ടോ, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഐ ഷാഡോ ബ്രഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റൊരു ബ്രഷിൽ 4 ബ്രഷ് കിട്ടും. ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്, AC ഇട്ടിട്ടില്ല. AC ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയണ ശബ്ദം എത്ര വേണ്ടും കേൾക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പം ഞാൻ വേർക്കുന്നുണ്ട്. പക്ഷേ ഈ വേർപ്പിൽ നിലനിൽക്കുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യണം. നമ്മൾ സ്ഥിരം ചെയ്യണ മേക്കപ്പ് തന്നെയാണ്, പക്ഷെ കുറേ പേര് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ് ചെയ്യണത്. അപ്പോൾ ഇതാ താടിയുടെ ഒരുവിധം ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവറായല്ലോ. അതേപോലെ കണ്ണിൻ്റെ താഴെ കേട്ടോ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു 100 പ്രോഡക്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ബ്രഷസും നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സും വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുഖത്തൊരു കളർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും അതൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഫിറ്റ്മിയുടെ ബ്ലഷാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് പ്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഒരു ചെറിയ ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ അതെടുത്തിട്ട് എക്സ്ട്രാ ഒന്ന് കയ്യിൽ തട്ടിക്കളയാം കേട്ടോ. എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചീക്സിൻ്റെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്കൊരു കോണ്ടോർഡ് ആയിട്ടുള്ള ലുക്കാണ് വേണ്ടത്. അതായത് ഭയങ്കര ഷാർപ്പ് ഫീച്ചറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. പകരം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല നമുക്ക് കുറച്ചും കൂടി മുഖത്തിന് വണ്ണം തോന്നിക്കുകയാണ് വേണ്ടത്. ഞാൻ കൂടുതലും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കാരണം എനിക്ക് മുഖം കുറച്ച് വണ്ണം കുറവുള്ള മുഖമായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തുടുത്ത കവളായിട്ട് തോന്നും കേട്ടോ. കുറച്ച് മൂക്കിൻ്റെ അവിടെയും ഈ പാകിസ്ഥാനി സീരീസിലൊക്കെ ഉള്ള ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അവർ ഈ മൂക്കിലും ഇവിടെയൊക്കെ വേറെ ഒരു മേക്കപ്പും ഇല്ലെങ്കിൽ ബ്ലഷ് മാത്രം ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളത് താടിയിലും കൂടി ഇട്ട്. അപ്പോൾ നമ്മുടെ ബ്ലഷ് സെറ്റാണ് കേട്ടോ. ശേഷമാണ് കേട്ടോ ഞാൻ കോമ്പാക്ട് പൗഡർ എടുക്കണത്. ഇത് മെബ്ലിൻ്റെ ഫിറ്റ്മി 330 ആണ് കേട്ടോ. ഇത് കഴിവതും ഇതൊക്കെ നമ്മുടെ ഷെയ്ഡ് തപ്പിയെടുക്കുക. കൺസീലറും കോമ്പാക്റ്റും ഒക്കെ നമ്മുടെ ഷെയ്ഡ് അല്ലെങ്കിൽ അപ്പോഴാണ് പ്രശ്നം വരുന്നത്. കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ ആ കൺസീലർ ഇട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ബ്ലഷ് നമ്മൾ അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ബ്ലെൻഡായി നല്ലൊരു നാച്ചുറൽ ലുക്കിലേക്ക് വന്നോളൂ കേട്ടോ. അതേപോലെ ഈ ഭാഗത്ത് നമ്മൾ കൺസീലർ ഇട്ടില്ലേ, ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കഴുത്തിൽ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ബേസ് മേക്കപ്പ് ഇത്ര തന്നെ മതി. ഇതാണ് ഞാൻ സ്ഥിരം ഷൂട്ട്സിനും അതല്ല എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ഇവൻറ്റ്സിനാണെങ്കിലും ഞാൻ ഇത്രേ മേക്കപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആരെന്നെ വിളിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേർത്തൊലിക്കാത്തതും അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ അറിയാത്തതും. എനിക്കിതാണ് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫൗണ്ടേഷൻ ഒന്നും ഇടാണ്ട് ചിലപ്പോൾ ഇതാവും വർക്കാവുക. പക്ഷെ ചിലർക്ക് ശരിയാണ്, നന്നായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കളർ കറക്റ്റൊക്കെ ചെയ്ത് അങ്ങനെ കൺസീലറൊക്കെ ഇട്ട് അങ്ങനെ വരുമ്പോഴാവും സെറ്റ് ആവുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് അത് സെറ്റ് ആവുന്നില്ല. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇവൻറ്റ്സിനാണെങ്കിലും ഇങ്ങനെ സെലിബ്രേഷൻസിനൊക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ ഇഷ്ടം. ഇതാണ് എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഞാൻ സ്ഥിരം കാണിക്കുന്ന ഒന്നാണ് സ്വിസ് ബ്യൂട്ടിയുടെ നമ്പർ 6 ആണ് കേട്ടോ. ഈ ഐ ഷാഡോ പാലറ്റ് ഒരു 200 രൂപയുള്ളൂ. ഓഫറുള്ള ടൈം ആണെങ്കിൽ നൈക്കിൽ നമുക്ക് 160 രൂപ വരെ കിട്ടും കേട്ടോ. 160 രൂപയ്ക്ക് വരെ കിട്ടും. അപ്പോൾ ഇതിൽ 1-2 കഷ്ണങ്ങളൊക്കെ പോയി തുടങ്ങി. ഞാൻ ഉപയോഗിച്ചൊരു വഴി ആയതുകൊണ്ടാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ഐ ഷാഡോയിൽ ഈ ഓറഞ്ചും പിങ്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഔട്ടർ കോർണേഴ്സിൽ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത് നമുക്ക് നേരിട്ടാണെങ്കിൽ ഒട്ടും ഓവറായിട്ട് തോന്നരുത് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് ചെയ്യണേ. അതായത് ഈ കണ്ണടച്ചു പിടിച്ചിട്ട് ഈ മടക്കിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് ഒരു വിടർന്നൊരു കണ്ണായിട്ട് ആ ഒരു മടക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് എടുത്തറിയാവുന്ന പാകത്തിന് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ പീച്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് കണ്ണിൻ്റെ മീതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ടല്ലോ നമ്മൾ കണ്ണിൻ്റെ മീതെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വലിപ്പം തോന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അധികം അറിയാണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ജെൽ ഐലൈനർ വെച്ചിട്ട് നമുക്കിന്ന് കണ്ണെഴുതാട്ടോ. ഇതാകുമ്പോൾ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.
അത് മാത്രമല്ല നമുക്ക് ലൈറ്റായിട്ടൊരു സ്മോക്കിയ ലുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് കണ്ണിൻ്റെ മീതെ ഇതേപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരു ബ്രഷിൽ കുറച്ച് ബ്രൗൺ ഐ ഷാഡോ ഇതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. ഈ ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണ് എഴുതാൻ അറിയാത്ത ആളുകൾക്കും ഒരു 10 സെക്കൻഡിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ കണ്ടോ. അപ്പം ഇതേ നല്ല സ്മോക്കി ബ്ലെൻഡഡ് ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വലിയ പ്രാക്ടീസും വേണ്ട, എന്നാൽ ഇതിപ്പോൾ നല്ല ട്രെൻഡിലുള്ളതുമാണ്. കുറേ പേർക്ക് ഇങ്ങനെ വരച്ചു വെച്ച പോലെ ഇങ്ങനെ എഴുതണത് തീരെ ഇഷ്ടമല്ലേ. അങ്ങനെയുള്ളവർക്കത് അടിപൊളിയാണ്. ഇനി നമുക്ക് ലൈറ്റായിട്ട് ടൈറ്റ് ലൈനും ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് വാലും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കോർണേഴ്സ് ഒന്ന് ലൈറ്റായിട്ട് ഇതേപോലെ എഴുതി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. കൺപീലിയുടെ താഴെയായിട്ടും ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. വാല് നമ്മൾ ഓൾറെഡി വരച്ചതുണ്ട്, അതങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് എഗെയിൻ നമുക്ക് ബ്രൗൺ ഐ ഷാഡോ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. താരം ഇത് ഐലാഷ് കേളറാണ് കേട്ടോ. ഇതെന്തായാലും മേടിച്ചു വെച്ചോളൂ. ഒരു 100-120 രൂപയ്ക്ക് നമുക്ക് വേഗ അല്ലെങ്കിൽ വേറെ ലോക്കൽ ബ്രാൻഡ്സിനൊക്കെ കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ലാഷസ് ഒന്നിങ്ങനെ കേൾ ചെയ്യുക. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഇതേപോലെ ഒന്ന് പിടിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഐലാഷസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ നിൽക്കണ അതേ സമയത്ത് തന്നെ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഇത് ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. ഇത് അധികമൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു കോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ കണ്ടോ കൺപീൽ ഇങ്ങനെ നല്ല വിടർന്നിങ്ങനെ നിൽക്കും. ഇത് ഈ മസ്കാര കളയാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് അങ്ങോട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. കൺപീലിയുടെ താഴെ ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് നമ്മളൊരു 2 സെക്കൻഡിൽ കേൾ ചെയ്ത് ഒരു 5 സെക്കൻഡിൽ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഐ മേക്കപ്പിന് 1 മിനിറ്റ് എടുക്കുള്ളൂ, പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഇതിൽ തന്നെയുള്ള ബ്രൗൺ ഐ ഷാഡോ ഉണ്ടല്ലോ, അതെടുക്കാം. അത് ഇതേപോലെ ബ്രഷിലെടുത്തിട്ട് നമുക്ക് ഐബ്രോസിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്ട്രോക്സ് വരച്ചു കൊടുക്കാം കേട്ടോ. ഐബ്രോ പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐബ്രോസ് നോക്കണ്ട, കുറേ കാലമായി ത്രെഡ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ചെറുപറാന്ന് കിടക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ത്രെഡ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ എക്സ്ട്രാ ഒന്ന് പ്ലക്ക് ചെയ്ത് കളയാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പാർലറിൽ പോകണ്ടേന്ന് ഇങ്ങനെ മടിച്ചിട്ടേ. പക്ഷെ അവർ ത്രെഡ് ചെയ്ത് തരുമ്പോൾ നന്നായിട്ട് ത്രെഡ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പാർലറിൽ പോകാനുള്ളൊരു സമയം ചിലവഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മടിച്ച് ഞാൻ തന്നെ ചെയ്യും. ഒന്നിങ്ങനെ ഈരി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ അടങ്ങിയിരിക്കും. എസ്പെഷ്യലി ഇപ്പം എൻ്റെ ഐബ്രോസിൻ്റെ നീളം ഒക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നീരി വെച്ചില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അത് മാത്രമല്ല ഈരുമ്പോൾ നമ്മളിങ്ങനെ എഴുതിയിരിക്കണ ഇതുണ്ടല്ലോ, ആ സ്ട്രോക്സ് ഒന്നും കൂടി അത് ബ്ലെൻഡായിട്ട് കുറേ കൂടി ഒരു നാച്ചുറൽ ലുക്ക് തരും കേട്ടോ. എനിക്ക് ഐബ്രോസ് ഇങ്ങനെ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരൊറ്റ വരയിൽ വരണം അങ്ങനെയില്ല. എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കുറച്ച് കറബറ കാട് പിടിച്ച ലുക്കാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പിന് അങ്ങനെ റൂൾസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാന്നുള്ളതാണ്. എല്ലാവരുടെയും കണ്ണിൽ ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇപ്പം എനിക്കറിയാം കുറേ പേർക്ക് ഇത് ഭംഗിയായിട്ട് തോന്നണമെന്നില്ല, പക്ഷെ എനിക്ക് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണോ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ റൂൾസ് പ്രകാരം ഐബ്രോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്യണം അങ്ങനെ ഫ്രെയിം ചെയ്യണം അതൊന്നും നോക്കിയാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെ സന്തോഷമാണല്ലോ പ്രധാനം. അറ്റ്ലീസ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിലെങ്കിലും നമ്മുടെ സന്തോഷം നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതും കഴിഞ്ഞു. ഞാനുണ്ടല്ലോ ഈ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നിങ്ങനെ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. കണ്ണിങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കും. ഏതെങ്കിലും ഒരു ഷിമ്മറി ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുറച്ച് തിളക്കുള്ളത്. അപ്പം ഐബ്രോസും ഫില്ലായി, കണ്ണും എഴുതി പക്കല്ലേ. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ആകെ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിനി പ്രത്യേകിച്ച് ഹൈലൈറ്ററും കൂടി വേണമെന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രൗൺ ഐ ഷാഡോ തന്നെ എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ബ്രൗൺ എടുക്കണേ. ഇതിൽ തന്നെയുള്ളത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിൽ തന്നെയുള്ളത് എടുക്കാവുന്നതാണ്. ഈ ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ലൈറ്റായിട്ട് ഈ മൂക്കിൻ്റെ എവിടെയും അതേപോലെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നമുക്ക്
കോൺടോർ ചെയ്യാം കേട്ടോ. അപ്പൊ ജോ ലൈൻ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പൊ അത് ഭയങ്കര ട്രെൻഡാണല്ലോ, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേപോലെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. നമുക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കോൺടോർ ചെയ്ത് ഹൈഡ് ചെയ്യാം. അതുപോലെ നോസിൻ്റെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ലിം നോസായിട്ട് തോന്നിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ലിപ്സ്റ്റിക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ് ലൈനർ ആണ് ഇത്. ചെറിയ ബ്രൗൺ ഷെയ്ഡും അതേപോലെ തന്നെ ലവ് ട്രയാങ്കിൾ സ്റ്റേസിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിന്റെ ബ്രിക്ക് റെഡ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതല്ലെങ്കിൽ ഇതാണെങ്കിലും സ്കാർലെറ്റ് വിസ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും നല്ലതാണ്. അപ്പോൾ ലിപ് ലൈനർ നമുക്ക് എന്തിനാണ്, സിമ്പിൾ ആയിട്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ പോരെ എന്ന് തോന്നും. പക്ഷെ ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇതിന്റെ ലിപ് ബാം ഒക്കെ നന്നായി പോയി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ലിപ്സ് അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അത് കവർ ആവണതും കാണാം കേട്ടോ. അപ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും എന്നുള്ളതാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്, ഒരു ഡാർക്കും ഉണ്ട് അതേപോലെ ലൈറ്റും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഡാർക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ ഡാബ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓവറല്ലേ അല്ലേ, ഓവറാന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എത്ര ചേരാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. നമുക്കിനി ഒരു കംപ്ലീറ്റ്നെസ് വരണമെങ്കിൽ ഔട്ട്ഫിറ്റും കൂടി ഇടണല്ലേ. അപ്പം ഞാൻ വേഗം ചേഞ്ച് ചെയ്തിട്ട് ഹെയർ സ്റ്റൈലും കാണിച്ചു തരാം കേട്ടോ. ഹെയർ സ്റ്റൈൽ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നടു പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ഒരു ഭാഗം എടുക്കുക, എന്നിട്ട് അത് മെടയുക. ഫസ്റ്റ് മെടഞ്ഞിട്ട് പിന്നീട് നമ്മൾ മെടയുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇഴയിലേക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ യൂഷ്വലി ചെയ്യണത് തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പിന്നിലേക്ക് കൊണ്ടുപോകണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല രസമാണ്. നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത പോലെ ഉണ്ടാവും. പക്ഷെ പിന്നിലത്തെ വശത്ത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഇഴകൾ എടുത്തിട്ട് എനിക്ക് ഓരോരോ എന്ന് പറയുമ്പോൾ തന്നെ ദിലീപിൻ്റെ സിനിമയിൽ ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ അതാണ് ഓർമ്മ വരുന്നത്. എന്തായാലും അതേപോലെ ഇങ്ങനെ ആക്കി മെടഞ്ഞ് അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഒരു ഹെയർ ടൈ വെച്ച് സെക്യൂർ ചെയ്യുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും ചെയ്യുക. എന്നിട്ട് ഈ 2 ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്തി പിന്നിലേക്കായിട്ട് നമുക്കൊരു ഹെയർ ടൈ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. പക്ഷേ ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി മാറ്റിയിട്ട് സെക്യൂർ ചെയ്യുന്നതായിരുന്നു നല്ലത്. ഞാൻ പിന്നെ പൂ വെച്ചപ്പോഴാണ് അത് ഓർത്തത് കേട്ടോ. പൂ ഇത് പ്ലാസ്റ്റിക് അല്ല, ക്ലോത്തിൻ്റെ മുല്ലപ്പൂല്ലേ, അതാണ്. ഞാൻ പിന്നീന്ന് എടുത്തിട്ട് ഇതേപോലെ സൈഡിൽ വെക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ശരിക്കുള്ള മുല്ലപ്പൂ വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുണ്ടായിരുന്നില്ല, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ പിന്നീട് എത്ര പിന്നെയാണ് പറയണത്, ഞാൻ മുടി ഉണ്ടല്ലോ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളയൊക്കെ ഇട്ട് കമ്മലും മാലയും, ഇത് മീഷോ എന്നുള്ളതാണ്. 100-120 രൂപയായിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് പ്രൊഡക്ട്സ് വെച്ച് മാത്രം ചെയ്തതാണ്. ഐ ലുക്ക് ആക്ച്വലി ഇത്ര ഡ്രമാറ്റിക് ആവണ്ട, കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വാലൊക്കെ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ. മാക്സിമം നമ്മളൊരു 10 പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് പേസ് ഇടാണ്ട് ഇത്ര നേരം നിന്നിട്ടും അങ്ങനെ വേർത്തൊലിച്ചാലും അങ്ങനെ പോയിട്ടൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ലുക്കാണ് കേട്ടോ. പിന്നെ ഈ പൂവിന് നമ്മുടെ ചന്ദനമഴയിലെ അമൃതയുടെയും വർഷയുടെയും ഊർമിളയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കുള്ള മുല്ലപ്പൂ കിട്ടുമെങ്കിൽ അതന്നെ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഫേക്ക് ഫ്ലവേഴ്സ് വെച്ചു എന്നേ ഉള്ളൂ. നമുക്കൊരു 1 മുഴോ 2 മുഴോ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഇങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. അല്ലെങ്കിൽ പിന്നിൽ കാണാത്ത പോലെ ഇങ്ങനെ യു ഷേപ്പിൽ വെക്കില്ലേ, പിന്നീന്ന് നോക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അധികം കാണില്ല, അങ്ങനത്തെ രീതിയിൽ വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണം സെലിബ്രേഷൻ ട്രൈ ചെയ്ത് നോക്കൂ. സാരി ഡ്രീപ്പിംഗ് വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്, സെറ്റ് മുണ്ട് ഡ്രീപ്പിംഗും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇൻ കേസ് അത് വേണമെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ഹാപ്പി ഓണം.